എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിലടക്കം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സുപ്രധാന സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മതപരിവർത്തനം, ജാതി, ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ, SC/ST അട്രോസിറ്റീസ് ആക്ട്, SC/ST വിഭാഗക്കാർക്കുള്ള സംവരണം, ഇതിനെയെല്ലാം തന്നെ ഒരുമിച്ച് ഇടകലർത്തി എല്ലാത്തിനെയും ബാധിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള സുപ്രീം കോടതി വിധി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. SC/ST വിഭാഗത്തിൽ ഉൾപ്പെട്ടിരുന്ന അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് മതങ്ങളിലേക്കൊക്കെ തന്നെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന, ആ മതം പ്രാക്ടീസ് ചെയ്യുന്ന, പ്രൊഫസ് ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർ SC/ST വിഭാഗത്തിലുള്ളതാണ് എന്ന് പറയുകയും എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ പൂർണ്ണമായിട്ടും മറ്റേതെങ്കിലും ഒരു മതത്തിനെ അനുവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജന്മം കൊണ്ട് കിട്ടുന്നതാണ് ജാതി. മതം നമ്മൾ മാറിയാലും ആ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രത്യേക പ്രിവിലേജുകളും സംവരണവും ഒക്കെ തന്നെ തങ്ങൾക്ക് ലഭിക്കണം എന്ന് പറയുന്ന ചില കൂട്ടരുണ്ട്. ഇക്കൂട്ടരുടെ വാദങ്ങളെ തകർക്കുന്ന ഒരു സുപ്രീം കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം തന്നെ സുപ്രീം കോടതിയുടെ ഈ ഉത്തരവിന് കാരണമായിട്ടുള്ള സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹം അവിടെയുള്ള SC വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അദ്ദേഹം പിന്നീട് ക്രിസ്ത്യാനിയായിട്ട് മാറുന്നു. 10 വർഷത്തിലധികമായിട്ട് ഒരു ക്രിസ്ത്യൻ പാസ്റ്ററായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. ആ ഗ്രാമത്തിൽ പ്രാർത്ഥന നടത്തുന്നതിനിടെ അദ്ദേഹത്തിനെതിരെ ആക്രമണം നടന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കേസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉൾപ്പെടെയുള്ള നിരവധി വകുപ്പുകൾ പ്രകാരം ഈ ആക്രമിച്ച ആൾക്കാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ മറുപക്ഷത്തുള്ള ആൾക്കാർ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്തു. അവർ പറഞ്ഞ പ്രധാനപ്പെട്ട നിയമപ്രശ്നം, ഇദ്ദേഹം പട്ടികജാതി വിഭാഗത്തിൽ ജനിച്ചതാണ് എങ്കിലും പിന്നീട് മതം മാറിയതാണ്, അതുകൊണ്ട് തന്നെ SC/ST അട്രോസിറ്റീസ് ആക്ടിൻ്റെ സംരക്ഷണം അദ്ദേഹത്തിന് ലഭിക്കില്ല എന്നുള്ളതായിരുന്നു. അതിൽ ഹൈക്കോടതി ഉത്തരവ് പറഞ്ഞത് ആ വ്യക്തി ക്രിസ്ത്യാനിയായി മാറിയിട്ടുണ്ട്, പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിയമപരമായി അദ്ദേഹം ഇനി SC വിഭാഗത്തിൽ പെടുന്നില്ല. അതുകൊണ്ട് തന്നെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കക്ഷികളുടെ മേൽ ചുമത്താൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതി വിധിച്ചത്. എന്നാൽ ഈ ഹൈക്കോടതി വിധി സുപ്രീം കോടതിയിൽ വെല്ലുവിളിക്കപ്പെട്ടു. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കേസിലെ വിധിയാണ്. ഈ വിധിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം നമ്മുടെ ഭരണഘടനയിലെ തന്നെ ഒരു പ്രത്യേക വ്യവസ്ഥയാണ്. നമ്മുടെ രാജ്യമെമ്പാടും ബാധകമായിട്ടുള്ള നിയമപ്രകാരം ഹിന്ദു, സിഖ്, ബുദ്ധ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പട്ടികജാതി പട്ടികവർഗ പ്രിവിലേജ് ലഭിക്കുകയുള്ളൂ. അതിനർത്ഥം ഈ 3 മതവിഭാഗങ്ങളല്ലാതെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള മറ്റു മതവിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാർക്ക് SC/ST പരിധിയിൽ ഉൾപ്പെടാനാവില്ല എന്നാണ്. അതായത് നിയമം വ്യക്തമായി പറയുന്നത്, ഒരാൾ മതം മാറിയാൽ, ഈ കേസിൽ ക്രിസ്ത്യാനിയായാൽ, അയാളുടെ പട്ടികജാതി പദവി നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇവിടെ സുപ്രീം കോടതി പറയുന്നത് ഒരാളിന് മതപരമായിട്ട് കിട്ടുന്ന അവകാശങ്ങളിൽ പ്രൊഫസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. പ്രൊഫസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മതം തുറന്നു പറഞ്ഞ് ആചരിക്കുന്നതിനാണ് പ്രൊഫസ് എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കേസിൽ ഇവിടെ മതം മാറിയിരിക്കുന്ന വ്യക്തി ഒരു ക്രിസ്ത്യൻ പാസ്റ്ററായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥനകൾ നയിക്കുന്നുണ്ട്, അതായത് തുറന്നു പറഞ്ഞ് പ്രൊഫസ് ചെയ്ത് അദ്ദേഹം ക്രിസ്ത്യൻ മതവിശ്വാസത്തിനെ അനുവർത്തിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അദ്ദേഹം ഇനി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്നില്ല എന്ന് കോടതി ഉറപ്പിച്ചു പറയുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം വന്നിരുന്നത് ജാതി ജനനവുമായി ബന്ധപ്പെട്ടതാണ്, മതം മാറിയാലും ജാതി മാറില്ല എന്നാണ്. പക്ഷേ ഇതിനെ സുപ്രീം കോടതി അംഗീകരിച്ചില്ല. കോടതി പറഞ്ഞത് നിയമപരമായി ജാതി പദവി നിർണ്ണയിക്കുന്നത് നമ്മുടെ ഭരണഘടനയും പ്രസിഡൻഷ്യൽ ഓർഡറുമാണ്, നിയമമാണ് ഈ വിഷയത്തിൽ നിർണായകം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇനി ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു വാദം കൂടി ഈ കക്ഷി ഉയർത്തിക്കാട്ടിയിരുന്നു. അതായത് സംസ്ഥാന സർക്കാർ ചില പ്രത്യേക പ്രിവിലേജുകൾ ഇങ്ങനെ മതം മാറിയിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മതം മാറി വന്നിരിക്കുന്ന ചില ആൾക്കാർക്ക്, ക്രിസ്ത്യൻ കൺവേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് എങ്കിലും ചില ആനുകൂല്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള പല നിയമങ്ങളും അവർക്കും ബാധകമായിട്ട് തന്നെ വരണം എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ വാദവും കോടതി തള്ളിക്കളഞ്ഞു. കോടതി പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ മതം മാറി വരുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കൺവേർട്ടുകൾക്ക് നൽകുന്നുണ്ടെങ്കിൽ അത് നോൺ സ്റ്റാറ്റ്യൂട്ടറിയാണ്. പക്ഷേ SC/ST കേന്ദ്ര നിയമം എന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടിനെയും രണ്ടായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് കൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള വ്യവസ്ഥകളെ ഓൾട്ടർ ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു നിയമ സിദ്ധാന്തം കൂടിയാണ് ഇവിടെ സുപ്രീം കോടതി പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിർവചനങ്ങൾ എന്തൊക്കെയാണോ അത് പൂർണ്ണമായിട്ടും പാലിച്ചിരിക്കണം. നമ്മുടെ നാട്ടിൽ അടക്കമുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള ആൾക്കാർക്കുള്ള പദവി, അതിൻ്റെ പേരിലുള്ള എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ,
അത് ലഭിക്കണമെങ്കിൽ അതിന് അവകാശപ്പെടുന്ന ആ വ്യക്തി ആ ജാതിയിൽപ്പെട്ടവനാകണം. അതുകൂടാതെ അയാളുടെ മതം അവിടെ പ്രധാനമാണ്. ഹിന്ദു, സിഖ് അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസിയായിരിക്കുന്ന ഒരാളിന് മാത്രമേ ജാതിയുടെ പ്രിവിലേജ് ക്ലെയിം ചെയ്യാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ക്രിസ്ത്യാനിയായാൽ, മുസ്ലിം ആയാൽ, മറ്റേതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടയാളായാൽ അയാളുടെ പട്ടികജാതി പദവി താനെ നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നീട് വീണ്ടും ഈ പറയുന്ന 3 മതങ്ങളിൽ ഒന്നിലേക്ക് തിരിച്ചു വന്നാൽ ഈ SC/ST പദവി അവർക്ക് വീണ്ടെടുക്കാം. പക്ഷേ അതിന് സമൂഹത്തിൻ്റെ അംഗീകാരം ആവശ്യമുണ്ട്. അതിൽ 3 പ്രധാനപ്പെട്ട കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതിലൊന്നാമത്, ഇയാൾ മറ്റൊരു മതത്തിലേക്ക്, ഉദാഹരണത്തിന് ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻപ് അയാളുടെ ജാതി നമ്മൾ ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ പെടുന്നതാണ് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖയുണ്ടായിരിക്കണം. മറ്റൊന്ന്, തിരികെ ഹിന്ദുമതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നതിന് വളരെ കൃത്യമായിട്ടുള്ള രേഖയുണ്ടാകണം, തെളിവുണ്ടാകണം. തന്നെയുമല്ല, അയാൾ ഏതു മതത്തിലേക്കാണോ നേരത്തെ മാറിയിരുന്നത് ആ മതം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്നതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവും ഉണ്ടായിരിക്കണം. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഈ മതത്തിലേക്ക് റീകൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആചാരങ്ങൾ, അതിൻ്റെ നിഷ്ഠകൾ, അതിൻ്റെ പ്രാക്ടീസുകൾ ഇതെല്ലാം തന്നെ പൂർണ്ണമായ രീതിയിൽ അയാൾ അനുവർത്തിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഉറപ്പ് നൽകണം. ചുരുക്കി പറഞ്ഞാൽ, ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗത്തിലുള്ള ഒരാൾ തിരികെ ഹിന്ദുമതത്തിലേക്ക് വരികയാണ് എങ്കിൽ ആ മതത്തിൻ്റെ ആചാരനിഷ്ഠകളെല്ലാം തന്നെ അയാൾ അനുവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിലും തെളിവുണ്ടാകണം. ഇനി മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അയാൾ ഇങ്ങനെ തിരികെ ആ മതത്തിലേക്ക് വന്നാൽ മാത്രം പോരാ, അയാളെ ആ മതവിഭാഗത്തിലുള്ള ആൾക്കാർ, ആ കമ്മ്യൂണിറ്റി, ആ ഒറിജിനൽ കാസ്റ്റ്, അവർ പൂർണ്ണമായിട്ടും അയാളെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവരിലേക്ക് ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു കാര്യവും എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. അതായത്, ഞാനിതാ ഹിന്ദുമതത്തിലേക്ക് തിരികെ വന്നു എന്ന് അയാൾ സ്വയം ഒരു പ്രൊക്ലമേഷൻ നടത്തിയാൽ പോരാ, മറിച്ച് അയാളെ ഞങ്ങളുടെ ഈ ഒരു വിഭാഗത്തിലേക്ക് ഉൾക്കൊള്ളുന്നു എന്ന് ആ ലാർജർ വിഭാഗം അവിടെ പറയേണ്ടുന്ന ഒരാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ കോടതി പറയുന്ന മറ്റൊരു പ്രസക്തമായിട്ടുള്ള നിലപാട് കൂടിയുണ്ട്. ഒരു വ്യക്തിക്ക് ഒരേ സമയം 2 നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയില്ല. അതായത്, ഒരു ഭാഗത്ത് ഒരാൾക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കുകയും മറ്റൊരു ഭാഗത്ത് ഈ ക്രിസ്തു മതവുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുക എന്നുള്ളത് 2 തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അത് നിയമപരമായിട്ട് അസാധുവാണ് എന്നാണ് കോടതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാസ്റ്റർ ആക്രമിക്കപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കേസിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർക്കെതിരെ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസെടുക്കാനായിട്ട് കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഇനി നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ആക്രമണം ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള IPC പ്രൊവിഷൻസ് അനുസരിച്ചാണ് കോടതി ഈ കേസ് പരിഗണിച്ചത്. അവിടെ കോടതി കണ്ടെത്തിയത് ഇദ്ദേഹത്തെ ഈ പ്രതികൾ ആക്രമിച്ചു എന്ന തരത്തിലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റുകളില്ല, ആരോപണങ്ങളൊന്നും തന്നെ പൊരുത്തപ്പെടുന്നില്ല. തന്നെയുമല്ല, ഈ വിഷയത്തിലെ മെഡിക്കൽ തെളിവ് വളരെ ദുർബലമാണ്, ലഘുവാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇതേ രൂപത്തിൽ തുടരുന്നത് നിയമത്തിൻ്റെ ദുരുപയോഗമാകും എന്നാണ് കോടതി വിലയിരുത്തുന്നത്. ഇതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ ശിക്ഷയിലേക്ക് കൊണ്ടുവരണമായിരുന്നു എങ്കിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ആയിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. അത് റദ്ദായതോടുകൂടി ആ കേസ് പൂർണ്ണമായിട്ടും ദുർബലമായി. കാരണം മറ്റുള്ള IPC നിയമങ്ങളൊന്നും തന്നെ അതിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഇത്തരത്തിലുള്ള ദുരുപയോഗം തന്നെയാണ് ഇങ്ങനെയുള്ള നിയമങ്ങളെക്കുറിച്ച് പൊതുവെ സമൂഹത്തിലുണ്ടാകുന്ന ഒരു വലിയ വിമർശനം. മറുനാടൻ മലയാളിയുടെ ഷാജൻ സ്കറിയയുടെ ഒരു കേസിൽ സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി വന്നിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്കെതിരായിട്ടുള്ള SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ചുമത്തിയിരുന്ന അതിനെ റദ്ദ് ചെയ്തിരിക്കുന്ന ഹൈക്കോടതി വിധിയെ പൂർണ്ണമായിട്ടും സുപ്രീം കോടതി ശരിവെക്കുകയാണ്. ഈ വിധിക്ക് കുറേയധികം സാമൂഹ്യ രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. കാരണം മതപരിവർത്തനവും ജാതി പദവിയും തമ്മിലുള്ള ബന്ധം വീണ്ടും വ്യക്തമാവുകയാണ്. നിങ്ങളുടെ ജാതി നിങ്ങൾക്ക് മാറാനായിട്ട് സാധ്യമല്ല, എന്നാൽ മതം മാറിക്കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ 3 മതങ്ങളിൽ ഒന്നിലല്ല നിങ്ങളിനി വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജാതിയുടെ പേരിലുള്ള എല്ലാ വിധത്തിലുള്ള പ്രിവിലേജുകളും നഷ്ടപ്പെടുന്നു. ജനനം കൊണ്ടാണ് ജാതി നിർണ്ണയിക്കുന്നത് എന്നുള്ള വാദത്തിന് നിയമപരമായിട്ടുള്ള പരിധികളുണ്ട് എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെയുള്ള ജനനത്താലുള്ള ജാതി നിങ്ങൾക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദു, സിഖ്, ബുദ്ധ മതങ്ങളിൽപ്പെടുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് നിർബന്ധമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംവരണ നയങ്ങളുടെ അടിസ്ഥാന തത്വം വീണ്ടും ഉറപ്പിക്കുകയാണ്. ഇതേ ക്രൈറ്റീരിയ അവിടെയും ബാധകമാണ്. രാഷ്ട്രീയമായിട്ട് വലിയ വിവാദമായിരുന്ന ഒരു വിഷയത്തിൽ സുവ്യക്തമായിട്ടുള്ള ഒരു രേഖയാണ് ഇപ്പോൾ സുപ്രീം കോടതി നമുക്ക് വേണ്ടി വരച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. ഭാവിയിൽ ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന നിരവധി കേസുകൾക്ക് ഈ ഒരു വിധി മാർഗദർശകമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് മതം മാറിയിരിക്കുന്ന ആൾക്കാരുടെ സംവരണ അവകാശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ ശക്തമാകും. അങ്ങനെ സംവരണത്തിനെ ദുരുപയോഗിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അത് തടയപ്പെടുക തന്നെ വേണം. കൃത്യമായിട്ട് സംവരണം അർഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് നൽകാൻ പാടുള്ളൂ. അതിൻ്റെ പേരിൽ ആ ആൾക്കാർക്കുള്ള അവകാശത്തിനെ നിഷേധിച്ചുകൊണ്ട് മതം മാറിയിരിക്കുന്ന ആൾക്കാർക്ക് അത് നൽകുക എന്നുള്ളത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അതൊരിക്കലും
സംസ്ഥാന സർക്കാരോ മറ്റാൾക്കാരോ സംഘടനകളോ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഒരു മർദ്ദന കേസ് എന്നതിലുപരി ഇന്ത്യയിലെ ജാതിയും മതവും തമ്മിലുള്ള ബന്ധം, അതിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ, സ്റ്റാറ്റ്യൂട്ടറിയും നോൺ സ്റ്റാറ്റ്യൂട്ടറിയുമായിട്ടുള്ള കണ്ടീഷൻസും പ്രൊവിഷൻസും തമ്മിലുള്ള വ്യത്യാസം, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നിർവചിക്കുന്ന, ചില കാര്യങ്ങളിൽ പുനർനിർവചനം നടത്തുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതം മാറിയ ശേഷവും ജാതിയുടെ പ്രിവിലേജ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇനി അതിന് സാധ്യമല്ല എന്നൊരു കാര്യം കൂടി ഈ വിധിയോടുകൂടി പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും അത് നമ്മുടെ നാട്ടിൽ കുറേയധികം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരുടെ കരച്ചിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ കാലത്ത് ഏറെ അനിവാര്യമായിരുന്ന ഈ ഒരു വിധി പുറപ്പെടുവിച്ച സുപ്രീം കോടതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.